അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൽഹംദുലില്ലാഹില്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും മാർഗദർശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെയുണ്ടായിരുന്ന സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുത്ത ചരിത്രപാഠമുണ്ട്. ബുഖാരി, മുസ്ലിം സ്വഹീഹ് എന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതൊക്കെ അള്ളാഹു കൺഫേം ചെയ്യുന്നു. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യും യൂഹ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് അറിയിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, അത് അള്ളാഹുവിൽ നിന്നുള്ള വഹി ബോധനം മുഖേനയാണ് എന്നാണ് ഖുർആൻ സൂറ അൻ-നജ്മിലെ 3-4 ആയത്തിലൂടെ അള്ളാഹു നമ്മളെ അറിയിക്കുന്നത്. ഒരിക്കൽ പരലോകത്ത് വെച്ച് മൂസ അലൈഹിസ്സലാം ആദം നബി അലൈഹിസ്സലാമിനെ കാണുകയുണ്ടായി. എന്നിട്ട് ചോദിച്ചു, താങ്കളല്ലേ ആദ്യ പിതാവ്? അള്ളാഹു സ്വന്തം കരങ്ങൾ കൊണ്ട് സൃഷ്ടിക്കുകയും സ്വന്തം ആത്മാവിൽ നിന്ന് ഊതുകയും ചെയ്ത ആദ്യത്തെ മനുഷ്യ സൃഷ്ടി. സ്വർഗത്തിൽ എല്ലാ സൗകര്യത്തോടുകൂടി ജീവിക്കുമ്പോൾ താങ്കൾ ചെയ്ത അനുസരണക്കേട് മൂലം തെറ്റ് ചെയ്യുകയുണ്ടായില്ലേ? മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചോദ്യത്തിന് മറുപടിയായിക്കൊണ്ട് ആദം അലൈഹി സ്വലാം ചോദിച്ചു, മൂസയെ, നിങ്ങളെയല്ലേ അള്ളാഹു ബനു ഇസ്രായേലിലേക്ക് പ്രവാചകനെ അയച്ചത്? താങ്കൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുകയും അതിക്രൂരനായ ഫിറോൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് അദ്ദേഹത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുവാൻ ധൈര്യം കാണിക്കുകയും അള്ളാഹു കരുത്ത് നൽകുകയും ചെയ്ത പ്രവാചകനല്ലേ താങ്കൾ? എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയിച്ചു തരുന്ന തോറയും അള്ളാഹു താങ്കൾക്ക് നൽകി. ആ തോറ എന്നെ സൃഷ്ടിക്കുന്നതിൻ്റെ എത്ര വർഷം മുമ്പാണ് മൂസയെ അള്ളാഹു ഇറക്കിയത് എന്ന് അറിയുമോ? മൂസാ നബി അലൈഹി സ്വലാം മറുപടി പറഞ്ഞു, താങ്കളെ സൃഷ്ടിക്കുന്നതിൻ്റെ 40 വർഷങ്ങൾക്ക് മുമ്പ്. ആ തോറയിലെ മൂസേ, ആദം റബ്ബുഹു വഗവ, ആദം അനുസരണക്കേട് കാണിച്ചു, ആദം തെറ്റ് ചെയ്തു. ഈ ഒരു മറുപടി നൽകിക്കൊണ്ട് ആദം നബി അലൈഹിസ്സലാം മൂസാ നബിയെ നിശബ്ദനാക്കി കളഞ്ഞു. ആദം അലൈഹിസ്സലാം മൂസാ നബിയെ നിശബ്ദനാക്കി കളഞ്ഞു എന്ന് 2 തവണയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തത്. യഥാർത്ഥത്തിൽ മൂസാ നബി ഒരു പരാതിയാണ് ആദം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞത്. താങ്കൾ ചെയ്ത അപരാധം മൂലമാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാമിനെയും ഭാര്യ ഹവ്വയെയും സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയത്. പ്രപഞ്ചത്തിൽ എന്ത് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ അത് സംഭവിക്കുന്നതിന് മുമ്പേ അള്ളാഹുവിൻ്റെ രേഖയിൽ എഴുതി വച്ചിട്ടില്ലാതെ സംഭവിക്കുകയില്ല. മാ അസാബ ഫി മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസിക്കും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലു അൻ നബ്റഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ. അള്ളാഹു സൂറ ഹദീദിലൂടെ നമ്മളെ അറിയിക്കുന്നുണ്ട്. ഭൂമിയിലോ ബന്ധത്തിലോ ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ വരികയില്ല, അത് സംഭവിക്കുന്നതിന് മുമ്പേ അള്ളാഹുവിൻ്റെ രേഖയിൽ എഴുതി വച്ചിട്ടില്ലാതെ. ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിച്ച പ്രവാചകനാണ് മൂസാ നബി അലൈഹി സ്വലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് സൂറ ബലദിലൂടെ, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ ഖബദ്. മനുഷ്യനെ സൃഷ്ടിച്ചത് പ്രോബ്ലംസോടുകൂടിയും ആ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റിയോടുകൂടിയുമാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത്. പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നതൊക്കെയും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരവും അത് സംഭവിക്കുന്നതിന് മുമ്പേ അള്ളാഹുവിൻ്റെ രേഖയിൽ എഴുതി വെച്ചിട്ടുമാണ് എന്നാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അറിയിക്കുകയാണ്, വലനബലുവന്നക്കും ബിശൈഇൻ, നിങ്ങളെ ഞാൻ എന്തെങ്കിലും കൊണ്ട് പരീക്ഷിക്കും. ആ പരീക്ഷിക്കുമ്പോൾ അത് സഹിക്കുവാനുള്ള കപ്പാസിറ്റിയും അതിനോടൊപ്പം നൽകും. ജീവിതവും മരണവും നൽകിയത് തന്നെ നമ്മളെയൊക്കെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്ന് അള്ളാഹു അറിയിക്കുന്നുണ്ട്. അല്ലദീ ഖലഖൽ മൗത്ത് ഹയാത്ത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു പരീക്ഷണവും അള്ളാഹു നൽകുകയില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്അഹ ലഹാ മാ കസബത് വലൈഹ മക്തസബത്ത്. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. സങ്കീർണമായ പ്രശ്നങ്ങൾ കൊണ്ട് മനസ്സ് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അള്ളാഹുവേ, അവർക്കൊക്കെ നീ സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കണമേ. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.